ഒരു മാങ്ങാക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ സവാള കൊത്തി നുറുക്കിയതാണിത്. ഒരു ചെറിയ സവാള കൊത്തി നുറുക്കിയത്, പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് ചെറുതാക്കി കഷ്ണാക്കിയത്, 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി ചേർത്ത് വെക്കുക. നന്നായി കൈകൊണ്ട് തന്നെ തിരുമ്പിക്കോളിട്ടാ, നന്നായി തിരുമ്പി ചേർത്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഈ ഒരു മാങ്ങ, ഇത്രയും വലിയൊരു മാങ്ങ നമ്മൾ തോലി എത്തിയിട്ട് ഇത് കഷ്ണാക്കി എടുക്കണം. ഒരു അരമുറി തേങ്ങയാണിത്. ഒരു അരമുറി തേങ്ങ ചിരകിയിട്ട്, അരമുറി ഇട്ടാ, ഒരു തേങ്ങ പൊട്ടിച്ചതിൻ്റെ അരമുറി തേങ്ങയാണിത്. ഇത് ചിരകിയിട്ട് നമ്മൾ ഇതിൻ്റെ പാൽ എടുക്കണം. അത് 1-ാം പാല് എടുത്ത് ആദ്യം മാറ്റി വെക്കണം. പിന്നെ വെള്ളം ചേർത്തിട്ട് 2-ാം പാൽ എടുക്കണം കേട്ടോ. ഞാൻ പാലെടുത്തിട്ട് വരാം. അപ്പം നമ്മളെ ആ കൂട്ട്, സവാള കൂട്ട് മാങ്ങയൊക്കെ കൂട്ടി വെച്ച് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് അതിന് ഉണ്ടാക്കാം. എങ്ങനെ നോക്കാം. ആദ്യം സ്റ്റവ് കത്തിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽക്കൊരു ചട്ടി, ചീനച്ചട്ടി, എന്നിട്ട് അത് ചൂടായാൽ നമ്മൾ ചൂടാക്കട്ട. ചൂടായാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇത്തിരി ഏറിയിട്ട, അത്രയും വേണ്ട. അത് ഒഴിച്ചപ്പോൾ ഒന്നാകെ ഏറിപ്പോയി. എന്നിട്ട് അടുപ്പിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കണം. അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കുറക്കുക. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടാൻ സമയം കൊടുക്കുക. പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ആ കടുക് മാങ്ങ ഇതിൽ ചേർത്തിട്ടാ, ഒരു മാങ്ങ നോക്കിയിട്ട് ഇതിൽ ചേർത്ത് നമ്മൾ സവാളിയിലൊക്കെ കൂടി കുഴച്ചല്ലോ അതിൽ ചേർത്തിരിക്കുന്നത്. ഞാൻ വീഡിയോ പിടിക്കാൻ മറന്നു പോയതാണ്. പിന്നെ വേണ്ടവർക്ക് ഇതിൽ വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ തക്കാളി വേണം എന്നുള്ളവർക്ക് ചെറിയ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരു പകുതി മൂപ്പായ മാങ്ങയാണ് ഞാൻ ഇതിൽ കിട്ടക്കുന്നത്. ചള്ളല്ല, കുറച്ച് മൂപ്പായ മാങ്ങയാണ്, അതാണ് ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ കടുക് പൊട്ടി നമ്മൾ വേപ്പില, കറിവേപ്പില കണ്ടിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാനാണ് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഇല്ല, ഉണക്കമുളക് കൊടുന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ കൂട്ട് ഇതിക്ക് ഇട്ട് കൊടുക്കുക. ഈ കൂട്ട് ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണ കിടന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. തീ കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഞാനിത് ചേർക്കാതിരുന്നത്, വെളുത്തുള്ളി നമ്മളെ വീട്ടിൽ കൊടുക്കുന്നത് കഴിഞ്ഞിരിക്കണം. കുറേ ദിവസമായി ഞാനിതൊരു വീഡിയോ ഇടണമെന്ന് ഇങ്ങനെ കരുതി പോയി. പിന്നെ ഇപ്പം ഇന്നാണ്ട് ഉഷാറായി തുടങ്ങിയപ്പോൾ വെളുത്തുള്ളി ഇല്ല, ഉണക്കമുളകും ഇല്ല. ഉണക്കമുളക് കടുക് പൊട്ടിച്ചാൽ ഇടേണ്ടതാണ്, അതില്ല ഇവിടെ. ടേസ്റ്റ് ഉണ്ടാവും തന്നോ. പിന്നെ വെളുത്തുള്ളി ചേർക്കേണ്ടതായിരുന്നു, വെളുത്തുള്ളി ഇല്ല. തക്കാളി വേണ്ടവർക്ക് ചേർക്കാം, ഇത് വഴറ്റി ഉപ്പ് ആവശ്യത്തിന് ചേർത്തോളം ഇട്ടാൽ, ഞാൻ ഉപ്പ് കുറച്ചിട്ടാണ്. ഉപ്പ് ഇവിടെ കുറവേ പാടുള്ള ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പം അത് ഒന്ന് ചൂടായിരിക്കണം. ആവി അറിയുന്നില്ലല്ലോ, ഒന്ന് ചൂടായി സാധനം കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് ചൂടായാൽ ഈ 2-ാം പാല്, ആ ഒരു അരമുറി തേങ്ങയുടെ 2-ാം പാലാണത്. ഞാൻ മിക്സിയിലിട്ടാണ് അടിച്ചിട്ടത്, അതുകൊണ്ടാണ് ഇത്ര തോന. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കുക.
ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചോളിട്ട് വേണം തിളച്ചോട്ടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതിൽ കിടന്ന് വേവണം. എന്നിട്ട് ഉപ്പ് വേണമെന്ന് നോക്കുക. ഉപ്പ് വേണ്ടവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ തിളച്ചതിൻ്റെ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു കറിയാണിത്, എല്ലാവരും ട്രൈ ചെയ്യുക. തിളക്കട്ടെ കേട്ടോ, തിളച്ച് ഇത് വേവട്ടെ. ഇത് വെന്തതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അരിഞ്ഞ് നോക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ച് അതിൻ്റെ ശേഷം ആ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ആദ്യം കുഴച്ച് വെച്ച് വെളിച്ചെണ്ണയിൽ, കുറച്ച് വെളിച്ചെണ്ണയിൽ, പിന്നെ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ ആ മാങ്ങ കൊത്തി നുറുക്കിയിട്ട് ചേർത്തേക്കണം. ഒരു മാങ്ങയാണ്, ഒരു മാങ്ങയ്ക്ക് ഒരു ചെറിയ സവാളയാണ്, പിന്നെ 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 തണ്ട് വേപ്പിൻ്റെ അരിയാണ് അരിഞ്ഞ് ചേർത്തത്. പിന്നെ മഞ്ഞളും ഉപ്പും ആവശ്യത്തിന്, പിന്നെ അരമുറിയുടെ പാലാണ്. ഇതൊക്കെ നമ്മൾ നന്നായി തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധനം തിളച്ചു, ഒന്ന് വേവട്ടെ കേട്ടോ. തിളച്ചിട്ട് ഈ മാങ്ങി സവാള ഇഞ്ചിയൊക്കെ ഒന്ന് വേവണല്ലോ. നമുക്ക് ചോറിൽക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു കറി തന്നെയാണ്. ചോറിൽക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാവുന്ന കറിയാണ്, ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാവ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ആ ഇഞ്ചിടിയും സവാളടി, വെളുത്തുള്ളി അല്ല സവാളടി, ആ ഇഞ്ചിടിയൊക്കെ ഒരു മണം, പച്ചമുളകിൻ്റെ ഒക്കെ മണം കൂടി നല്ല. അപ്പോൾ നമ്മളുടെ മാങ്ങാക്കൂട്ട് കറി ഇവിടെ റെഡി ആയിരിക്കുന്നു. മാങ്ങ ഒക്കെ നന്നായി വെന്തിരിക്കുന്നു. മാങ്ങ ഒക്കെ വെന്തിരിക്കുന്നു. അത് ഉടയാത്ത മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിങ്ങനെ കലങ്ങാതെ കിടക്കുന്നത്. ഉടയാത്ത മാങ്ങയാണ് നല്ലത്. നമുക്ക് ഓരോ കഷ്ണമൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കാം. നന്നായി വെന്ത് നല്ല പാകമായിരിക്കണം. ഇനി നമുക്ക് ആ 1/4 പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 പാലാണിത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാൽ 1/4 പാൽ ഒഴിക്കുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ച് നല്ല സിമ്മിൽ വെച്ചോളേണ്ടി. എന്നിട്ട് നന്നായി 1/4 പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടിക്കൊടുത്തോളാം. അരിവ് തിളക്കാൻ തുടങ്ങിയതുണ്ട്. ഇത്രയും തിളച്ചാൽ തിളച്ച് മറിയണ്ട കേട്ടോ. തിളക്കണ കാണുന്നില്ല, ഇത്രയും തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നാൽ മതി, തിളച്ച് മറിയണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്